ഹായ് ഡിയർ ഫ്രണ്ട്സ്, കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളൊരു ചെറിയ യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സന്തോഷത്തിലേക്കൊരു യാത്രയായിരുന്നു. പളനിയിലേക്കായിരുന്നു നമ്മുടെ യാത്ര. ഞങ്ങൾ കാറിലായിരുന്നു യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു പളനി യാത്ര എന്ന് പറയുന്നത്. ഇതുവരെ പോയില്ല, ഞങ്ങളുടെ ഫസ്റ്റ് ടൈം യാത്രയാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റുകളെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് മാത്രമല്ല, ഞങ്ങളുടെ കസിനും ഫാമിലിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ഫാമിലി ആയിട്ടാണ് യാത്ര തിരിച്ചത്. എല്ലാവർക്കും കാണാൻ രാവിലെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര. ഭയങ്കര നല്ല രസമായിരുന്നു. കണ്ടില്ലേ, തമിഴ്നാട് നമ്മുടെ കാറ്റാടിയും ഇതൊക്കെ കണ്ട് കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ എൻജോയ്മെൻറ്റൊക്കെ അടിച്ച് പൊളിച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആഘോഷിച്ചുള്ള പോക്കായിരുന്നു. നമ്മളെപ്പോഴും പോകുന്ന റൂട്ടാണ്. എങ്കിൽ പോലും ഭയങ്കര ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഇറങ്ങി ഞങ്ങൾ ഫാമിലി പിക്കുകളൊക്കെ എല്ലാവരും എടുത്തായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അതാണ് ഏറ്റവും വലിയത്. രാവിലെ തന്നെ ഇത്രയും കാറ്റ് എന്ന് വെച്ചാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാറ്റായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഫാമിലി. എൻ്റെ കസിൻ ബ്രദറും ഫാമിലിയും. അവർ 2 കുട്ടികളുണ്ട്. ഇവിടെ 2 പേരുണ്ട്. ഇതുകൊണ്ട് 4 പേര് കൂടി ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇതാണ് ബ്രദർ, ഉമ്മരേട്ടൻ്റെ ബ്രദർ. അങ്ങനെ ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് തീർന്നു. വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം പോകാനുണ്ട്. ഞങ്ങൾ കുറച്ചൊന്ന് മാപ്പൊന്ന് ചുറ്റിച്ചായിരുന്നു. അതിനാൽ ഇച്ചിരി ഒന്ന് എന്താ പറയുക, അടുത്തെത്തി എന്ന് വിചാരിച്ചിട്ട് അടുത്തെത്താതെ പോയ ഒരു യാത്രയായിരുന്നു ഇത്. കുറച്ചൊന്ന് നമ്മൾ വിചാരിച്ചു, എന്ത് പറ്റി, നമ്മൾ വിചാരിച്ച ടൈമൊന്നും എത്തുന്നില്ലല്ലോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയും ഒരു ഇതൊക്കെ പ്രത്യേക ഒരു ഫീലായിരുന്നു നമുക്ക്. എന്താ പറയുക, നമ്മളെന്ത് എങ്ങനെയാണ് ഇപ്പോഴെത്തുക എന്നൊക്കെ ഉള്ള ഒരു എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ കയറി. എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, എൻജോയ് ചെയ്തു. പിന്നെ വീണ്ടും എത്തി. നമ്മളിതാ ക്ഷേത്രത്തെ കാണുന്നുണ്ടോ, അങ്ങനെ മലമുകളിൽ അങ്ങനെ നമ്മൾ ഒരുപാട് ചുറ്റിച്ചിട്ടാണ് ഭഗവാന്റെ അടുത്തെത്തിച്ചത്. പിന്നെ ഞങ്ങളവിടെ എത്തി. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തു. ആ മലയാണ് കാണുന്നത് കേട്ടോ. ഇത് അങ്ങനെ ഇപ്പുറത്ത് ഇടുമ്പൻ മലയുണ്ട്. ഇടുമ്പൻ മലയുടെ സ്റ്റെപ്സൊക്കെ കയറാനുള്ള ഒരു ഇതില്ലായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഉച്ചയ്ക്കാണ്, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, നല്ല ചൂടായിരുന്നു. അതാ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്. അവിടെ നല്ല ചൂടായിരുന്നു. ഞങ്ങൾ ഇറങ്ങി. മോനവിടെ കുഞ്ഞു കുട്ടിക്ക് മുടിയെടുക്കണമായിരുന്നു. അപ്പോൾ നേർച്ചയുണ്ട്. അങ്ങനെ ബ്രദറും മോനും പിന്നെ വിമലേട്ടനും ഒക്കെ മുടിയെടുക്കാൻ തീരുമാനിച്ചു. അവിടെ ഒരു ഇതുണ്ട്, അവിടെ തന്നെ നമ്മൾ മുടിയെടുക്കുക. അത് കണ്ടില്ലേ, അവിടെ മുടിയെടുക്കുകയാണ്. മോന് ഫസ്റ്റ് മുടിയെടുപ്പാണ് മോൻ്റെ. അങ്ങനെ വിമലേട്ടനും നേർച്ച പൂർത്തിയാക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് വേണം ഇനി അടുത്ത് എന്താണ് മേളിൽ എന്ന് നമുക്കറിയില്ല. ഞങ്ങളുടെ ഫസ്റ്റ് യാത്രയാണല്ലോ, എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇതിൻ്റെ ഒന്നും പ്രൊസീജിയേഴ്സ് ഒന്നും അറിഞ്ഞില്ല. അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു വണ്ടി വരും, ഫ്രീ ആണ്, ഇതിൽ കയറിയാൽ നമുക്ക് റോപ്പ് കാറിൻ്റെ അവിടെ എത്തിക്കാം എന്നാണ് പറഞ്ഞത്. ഞങ്ങളങ്ങനെ ഇതിൽ കയറി. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പാർക്കിങ്ങിൽ ഈ വണ്ടി വരും, നമുക്ക് പോകേണ്ട സ്ഥലത്ത് അവർ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ റോപ്പ് കാറിൻ്റെ അവിടെ എത്തിയായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് സംഭവം 4 മണിക്കൂർ വരെ എടുക്കും എന്ന്. നമ്മളങ്ങനെ അത്രയും ടൈം വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു ലേഡി പറഞ്ഞായിരുന്നു, അടുത്ത് മേളിൽ കയറാം, ഒരു ½ ആൻ അവേഴ്സ് കൊണ്ട് നമുക്ക് പടി ചവിട്ടി കയറുകയാണെങ്കിൽ കയറാം. ഒരു 1 അവറിനുള്ളിൽ, ഒരു 2 അവേഴ്സിനുള്ളിൽ റിട്ടേൺ തിരിച്ചെത്താൻ പറ്റും എന്ന് പറഞ്ഞ ഒരു ആത്മവിശ്വാസത്തിൽ നമ്മൾ തിരിച്ചു വന്നു ഫ്രണ്ട്സ്. തിരിച്ചു വന്നു. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ നമ്മൾ മല കയറാൻ തീരുമാനിച്ചു. എന്തോ പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾ മല കയറി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങളുടെ അടുത്ത്, ഇതാണ് ആ റോപ്പ് കാറിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. നേരത്തെ പറഞ്ഞില്ലേ. അങ്ങനെ ഇത് നമ്മൾ ഒരിക്കലും ഫോണോ ഇതൊന്നും ലഗേജ് ഒന്നും നമുക്ക് മേളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മേളിൽ നിന്നുള്ള വ്യൂസ് കിട്ടത്തില്ല. ഇത് ഒരു പിക്ക് എടുത്തതാണ് ഞാൻ മേളിലത്തെ. ബാക്കി ഉള്ളതെല്ലാം നമുക്ക് വലിയ വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. ജസ്റ്റ് പിക്കുകളൊക്കെയാണ്.
അങ്ങനെ നമ്മുടെ യാത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരിക്കുകയാണ്. പ്രയാസമില്ലാതെ നമ്മൾ സ്റ്റെപ്സ് കയറി നല്ലൊരു ദർശനം കിട്ടി. എല്ലാവർക്കും വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക.